നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. പലർക്കും ഇങ്ങനെ തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടെ ആർഗ്യൂ ചെയ്യുന്നത്? മുമ്പത്തെ പോലെ കണക്ഷൻ ഇല്ലല്ലോ. ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നമാകുന്നു. ഇത് വളരെ കോമൺ ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രധാന കാര്യം എപ്പോഴും മനസ്സിലാക്കുക. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നോർമലാണ്. കാരണം രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത്. വ്യത്യസ്ത ചിന്തകളും എക്സ്പെക്ടേഷൻസും ഉള്ള രണ്ട് വ്യത്യസ്ത വ്യക്തികൾ. ഇനി കോമൺ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ അറിയാം. റിലേഷൻഷിപ്പ് പ്രോബ്ലം സാധാരണമായി ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് കാരണം, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് തമ്മിലുള്ള ഒരു മിസ്മാച്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവുന്നത് കാരണം മൂലം പോലും റിലേഷൻഷിപ്സ് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇനി നമുക്ക് മനസ്സിലാക്കാം കമ്മ്യൂണിക്കേഷൻ വഴി എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാവുന്നത്. പല പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. കേൾക്കാതെ സംസാരിക്കുക, എസ്യൂം ചെയ്യുക, റിയാക്ട് ചെയ്യുക, ഇതൊക്കെയാണ് കോൺഫ്ലിക്റ്റ് വർദ്ധിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇമോഷണൽ റിയാക്ഷൻസ്. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത് ആണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സിറ്റുവേഷൻ വേഴ്സൺ ചെയ്യും. അപ്പോൾ പ്രശ്നം നമ്മുടെ പാർട്ട്ണറല്ല. എപ്പോഴും മനസ്സിലാക്കുക, പ്രശ്നം നമ്മുടെ പാർട്ട്ണറല്ല, പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ തന്നെയാണ്. ഇനി റിലേഷൻഷിപ്സിൽ ഒരു പ്രോബ്ലം വരാതെ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നാൽ തന്നെ അത് വഷളാവാതെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ചില പ്രാക്ടിക്കൽ ടിപ്സ് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് ലിസൺ ആക്റ്റീവ്ലി. മറുപടി പറയാൻ കേൾക്കാതെ മനസ്സിലാക്കാൻ കേൾക്കുക. നമ്മൾ പലപ്പോഴും മറ്റേ വ്യക്തി നമ്മളോട് എന്തെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കും. പക്ഷെ കേൾക്കുന്നത് അതിന് തക്കതായ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടല്ല നിങ്ങൾ മറ്റേയാളെ കേൾക്കണ്ടേ. നിങ്ങൾ കേൾക്കേണ്ടത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം അവോയ്ഡ് ബ്ലേമിങ്. നീ എപ്പോഴും ഇതുപോലത്തെ വാക്കുകൾ ഒഴിവാക്കുക. അതിനു പകരം പറയുക, എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ മറ്റേയാളെ നമ്മൾ ബ്ലെയിം ചെയ്യാതെ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം ടേക്ക് എ പോസ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ വഴക്ക് എസ്കലേറ്റ് ചെയ്യുമ്പോൾ, കൂടുമ്പോൾ, പിടിച്ചിട്ട് കയ്യിൽ നിൽക്കുന്നില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ കുറച്ച് സമയം ബ്രേക്ക് എടുക്കുക. നാലാമത്തെ കാര്യം മാനേജ് എക്സ്പെക്ടേഷൻസ്. ഇപ്പോൾ ഒരാളിൽ നിന്ന് നമുക്ക് പലതും എക്സ്പെക്ട് ചെയ്യാം, പക്ഷേ അതെപ്പോഴും റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആവണം. അൺറിയലിസ്റ്റിക് ആയിട്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത എക്സ്പെക്ടേഷൻസ് നമ്മൾ വെച്ചാൽ ഫലം ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും, നിരാശയായിരിക്കും. അപ്പോൾ ആ നിരാശ തന്നെ ഒരു വഴക്കിലേക്ക് കലാശിക്കും. അഞ്ചാമത്തെ കാര്യം സ്പെൻഡ് ക്വാളിറ്റി ടൈം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ജോലി തിരക്കാണ് ഇന്നത്തെ കാലത്ത്. ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ജോലി ചെയ്യുന്നു, കുട്ടികൾക്ക് അവരുടേതായ തിരക്ക്. എന്തൊക്കെ പറഞ്ഞാലും റിലേഷൻഷിപ്സ് മുന്നോട്ട് പോകണമെങ്കിൽ ചെറിയ ഒരു സമയം പോലും കണക്ഷൻ ഇംപ്രൂവ് ചെയ്യും. ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ഉറപ്പാക്കുക, കുറച്ച് സമയമെങ്കിലും നിങ്ങൾ തമ്മിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിപ്പം ഒരുമിച്ചൊരു
ഒരു സീരീസ് കാണുക, ഒരു അരമണിക്കൂർ TV കാണുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക. അതും ഒരു ക്വാളിറ്റി ടൈമാണ്. വല്ലപ്പോഴെങ്കിലും ഒരുമിച്ച് ഒരു ചെറിയ ദൂരത്തെങ്കിലും ഒരു ട്രിപ്പിന് പോവുക. ഒരുമിച്ച് ഫാമിലിന്റെ കൂടെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എപ്പോഴാണ് സഹായം തേടേണ്ടത്? പ്രശ്നങ്ങൾ ആവർത്തിച്ച് വരികയോ റിലേഷൻഷിപ്പ് സീരിയസ്ലി ബാധിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഉത്തമം. റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആവണമെന്നില്ല. അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നിയാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.